അതറിയില്ല എന്നെനിക്ക് നേരത്തെ അവരാരെങ്കിലും ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോൾ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് പറയും. അങ്ങനെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണമാണ് അത്. അങ്ങനെയില്ല. മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരെ കുറവ്. അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയുമോ ഇതും ചെയ്യുള്ളൂ. മീഡിയയുടെ മുമ്പിൽ എന്ത് പാവത്തെ പോലെയാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ വെളിയിൽ പോലും പറയാൻ കൊള്ളാത്ത അത്രയാണ്. അതും സ്വന്തം സഹോദരൻ്റെ കുഞ്ഞിനോട് അത്രമാത്രം ക്രൂരമായിട്ട് ആ കുട്ടിയോട് പെരുമാറി. ഒരു 1.5-2 വർഷത്തോളം ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്ന് ആണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്ര ക്രൂരമായിട്ട് സ്വന്തം സഹോദരൻ്റെ കുഞ്ഞിനോട് പെരുമാറിയിട്ട് ഇവൻ മീഡിയയുടെ മുമ്പിലൊക്കെ പറയുന്നതും ഓരോ കരച്ചിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവനൊക്കെ എന്തുമാത്രം ക്രൂരനാണെന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഇവനാണ് എന്നുള്ള കാര്യം അറിയുന്നതിന് മുമ്പേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പം തന്നെ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ അമ്മ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഈ ഒരു പാടുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ കാണാതിരിക്കും? അതാണ് എനിക്കൊരു ഡൗട്ട്. ഒരു കുട്ടിയെ ഇങ്ങനെ കുളിപ്പിക്കുമ്പോഴോ ഒന്നും കാണാതിരിക്കുമോ? അതിലും ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുണ്ട്. ഈ ഒരു സ്ത്രീക്കും ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സഹോദരൻ്റെ ഭാര്യയായിട്ട് ഇവന് എന്തൊക്കെ ബന്ധമുണ്ട്? ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്. അതൊരു കുട്ടിയുടെ മുറിവുകളോ പാടുകളോ പോലും അറിഞ്ഞിട്ടില്ല, സ്വന്തം അമ്മ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് അതിലെന്തോ വലിയ ഡൗട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയോട് ഇത്രമാത്രം ഇവൻ കാണിക്കണമെങ്കിൽ സ്വന്തം സഹോദരൻ്റെ കുട്ടിയാണ്, എന്നിട്ട് പോലുമാണ് ഇവൻ ഇത്ര പെരുമാറിയേക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ. എന്നിട്ട് അഭിനയം എന്ന് പറഞ്ഞാൽ മീഡിയ വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അഭിനയവും കരച്ചിൽ മീഡിയയുടെ മുമ്പിൽ. അതേ കണക്ക് ആ ഒരു കുട്ടിയോട് ഭയങ്കരമായിട്ട് എന്തോ സ്നേഹമുള്ള കണക്കൊക്കെ പെരുമാറുന്നു. എന്താണ് ഇവനെപ്പോലുള്ള കുറേയധികം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചായിരിക്കും. അതൊരു സഹോദരൻ എന്ന് പറയുമ്പോൾ, അതായത് ഈ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനാണ് അവനിങ്ങനെ പെരുമാറുമെന്ന് പറയുമ്പോഴത്തേനും 2 വർഷത്തോളം. എന്നിട്ട് ഇതിൽ വേറെ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, പാടോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഈ 2 വർഷത്തിൽ എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ഡൗട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കുട്ടിയുടെ അമ്മയുണ്ടെങ്കിൽ ഇതേ കണക്ക് പിടിക്കപ്പെട്ടപ്പോഴത്തേന് ഇനി വെളിയിലൊന്നും അറിയണ്ട, അത് നാണക്കേടാവും, മാനസികമായിട്ടൊക്കെ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയാണ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ പറ്റിയ തരത്തിലൊന്നും തന്നെ അല്ല. ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആണോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു കുളിപ്പിക്കുമ്പോഴോ എന്തേലും മുറിവൊന്നും കാണാതിരിക്കുമോ? അതുപോലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് എന്തോ വലിയ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ഡൗട്ടും ഇല്ല. അതിന് വൈകി തെളിയുന്നതായിരിക്കും. അതിൽ നേരത്തെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ ഇതും അത് തന്നെ ആയിരിക്കും, ഉറപ്പായിട്ടും അതും തെളിയുന്നതായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇവനെപ്പോലുള്ളവർക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അതിന് നമ്മുടെ ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ പോലീസ് അത്രയ്ക്ക് കറക്റ്റായിട്ട് നിന്ന് ഇവനെതിരെ അത്ര വേണ്ടുള്ള ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു അമ്മയെന്ന് പറയുന്ന, ഞാൻ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട്, ആ കുട്ടിയോട് ചെയ്തിട്ടുള്ള അവർക്കും അതിന് അത്രമാത്രം അർഹിക്കുന്നതിലും കൂടുതൽ ശിക്ഷയാണ് കിട്ടേണ്ടതെന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും അതിൻ്റെ ന്യൂസും കാര്യങ്ങളും ഇനി ഓരോ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു കാര്യത്തിലെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.